കേരളത്തെ ഞെട്ടിച്ച ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വൻ ഗൂഢാലോചന നടന്നതായി സ്ഥിരീകരിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ സുപ്രധാന റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. കേസിന്റെ നാൾവഴികളിൽ നിർണായക വഴിത്തിരിവായേക്കാവുന്ന ആദ്യ അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ് SIT ഇന്ന് കോടതിക്ക് മുന്നിൽ വെക്കുന്നത്. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂട്ടാളികളും ചേർന്ന് നടത്തിയ ആസൂത്രിതമായ ഗൂഢാലോചനയുടെ വിശദാംശങ്ങൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടിളപ്പാളിയിലെയും സ്വർണം കാണാതായ സംഭവത്തിൽ നടന്നത് കേവലം മോഷണമല്ല, മറിച്ച് ഉന്നത തലത്തിലുള്ള ഒത്തുകളിയാണെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. അടിച്ചുമാറ്റിയ സ്വർണം സംസ്ഥാനത്ത് നിന്ന് പുറത്ത് കടത്തി വിറ്റുവെന്ന സുപ്രധാന വിവരവും SIT റിപ്പോർട്ടിൽ സൂചിപ്പിക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇത് ഗൂഢാലോചനയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നടപടികൾ ഇന്നു മുതൽ അടച്ചിട്ട കോടതി മുറിയിലായിരിക്കും നടക്കുക. കേസിന്റെ ഗൗരവം, അന്വേഷണത്തിന്റെ നിർണായക സ്വഭാവം, അതുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ സുരക്ഷാ ആശങ്കകൾ എന്നിവ കണക്കിലെടുത്താണ് ഹൈക്കോടതി രജിസ്ട്രാർ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത്. പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് മാറ്റി കർശനമായ രഹസ്യാത്മകതയോടെയാകും തുടർന്നുള്ള നടപടിക്രമങ്ങൾ. നൽകാനിരിക്കുന്ന ആദ്യ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ കേസുമായി ബന്ധപ്പെട്ട് SIT ശേഖരിച്ച നിർണായക വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സ്വർണം എന്ത് ചെയ്തു, അത് എങ്ങനെ വിനിയോഗിച്ചു, വിൽപ്പനയിൽ ആരെല്ലാം പങ്കെടുത്തു തുടങ്ങിയ വിവരങ്ങൾ റിപ്പോർട്ടിലുണ്ടാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള കണ്ടെത്തലുകളും അന്വേഷണ സംഘം കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചേക്കും. കഴിഞ്ഞ 2 ദിവസങ്ങളായി നിരവധി പേരെയാണ് SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. സ്വർണം മാറ്റിയതുമായി ബന്ധപ്പെട്ട മഹസറിൽ ഒപ്പിട്ട രമേശ് അടക്കമുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ കേസിലെ പ്രധാന കണ്ണികളെ കുറിച്ചുള്ള സൂചനകൾ നൽകിയിട്ടുണ്ട്. പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യത്തെ 2ാം ദിനവും ചോദ്യം ചെയ്യലിന് വിധേയനാക്കി. പോറ്റിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഇദ്ദേഹത്തിന് ഗൂഢാലോചനയിൽ നിർണായക പങ്കുണ്ടോ എന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നു. പല ചോദ്യങ്ങൾക്കും അനന്ത സുബ്രഹ്മണ്യം വ്യക്തമായ മറുപടി നൽകിയെന്നാണ് വിവരം. ഈ മൊഴികൾ പോറ്റിക്കെതിരായ തെളിവുകൾക്ക് ശക്തി പകരും. കേസുമായി ബന്ധപ്പെട്ട് മറ്റ് ചില സ്പോൺസർമാരെയും SIT വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടുണ്ട്. സ്വർണം പൂശുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി ദേവസ്വം ബോർഡിന് സാമ്പത്തിക സഹായം നൽകിയ വ്യക്തികളാണ് ഇവർ. ഈ സ്പോൺസർമാരിൽ ആർക്കെങ്കിലും ഗൂഢാലോചനയെ കുറിച്ച് അറിയാമായിരുന്നോ, അല്ലെങ്കിൽ സ്വർണം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നോ എന്നും SIT അന്വേഷിക്കുന്നുണ്ട്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 2 കേസുകളാണ് പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തത്. ഒന്ന് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണ മോഷണവും 2 കട്ടിളപ്പാളിയിലെ സ്വർണ്ണ മോഷണവും. ഈ 2 കേസുകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് 1ാം പ്രതി. ഇദ്ദേഹം തന്നെയാണ് ഗൂഢാലോചനയുടെ കേന്ദ്ര ബിന്ദു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണമോഷണ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടാതെ 9 പേരെയാണ് പ്രതി ചേർത്തത്. ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ കുമാർ, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാർ എന്നിവർ ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡിലെ മുൻ ഉന്നത ഉദ്യോഗസ്ഥരാണ് പ്രതിപട്ടികയിലുള്ളത്. മുൻ ദേവസ്വം സെക്രട്ടറി R ജയശ്രീ, മുൻ തിരുവാഭരണ കമ്മീഷണർമാരായ KS ബൈജു, RJ രാധാകൃഷ്ണൻ എന്നിവരും ഈ കേസിൽ പ്രതികളാണ്. ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഗൂഢാലോചനയിൽ നേരിട്ടോ അല്ലാതെയുള്ള പങ്കാളിത്തം, ചുമതലകളിൽ വരുത്തിയ വീഴ്ചകൾ, മോഷണം പുറത്തു വരാതിരിക്കാൻ നടത്തിയ ശ്രമങ്ങൾ എന്നിവയെല്ലാം അന്വേഷണ പരിധിയിലാണ്. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേന്ദ്ര പ്രസാദ്, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായ രാജേന്ദ്രൻ നായർ, ശ്രീകുമാർ എന്നിവരെല്ലാം കേസിൽ പ്രതി ചേർത്തിയിട്ടുണ്ട്. ഇത്രയും അധികം മുൻ ഉന്നത ഉദ്യോഗസ്ഥർ ഒരു കേസിൽ പ്രതികളാകുന്നത് ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമാണ്. ഇത് കേസിന്റെ രാഷ്ട്രീയപരമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. കട്ടിളപ്പാളിയിലെ സ്വർണ്ണമോഷണ കേസിൽ 8 പേരാണ് പ്രതികൾ. 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറമെ അദ്ദേഹത്തിന്റെ സുഹൃത്ത് കൽപേഷ്, 2019 ദേവസ്വം കമ്മീഷണർ പത്മകുമാർ, പ്രസിഡന്റായിരുന്ന 2019 തിരുവിതാംകൂർ ദേവസ്വം ഭരണസമിതി എന്നിവരും പ്രതിപട്ടികയിലുണ്ട്. ദേവസ്വം ഭരണസമിതിയും കമ്മീഷണറെയും കേസിൽ പ്രതി ചേർത്ത് വലിയ നിയമപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കും. സ്വർണം മാറ്റുന്നതിനുള്ള കരാർ നൽകിയതിലെ ക്രമക്കേടുകൾ, മേൽനോട്ടത്തിലുള്ള വീഴ്ചകൾ, ഫണ്ട് വിനിയോഗത്തിലെ അപാകതകൾ എന്നിവയെല്ലാം SIT പരിശോധിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിന്റെ മുൻ തലപ്പത്തുള്ളവർ പ്രതികളായത് കേസിൽ രാഷ്ട്രീയ ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ എന്ന സംശയത്തിനും വഴിയൊരുക്കുന്നു. നിലവിൽ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ്. ഒക്ടോബർ 17-നാണ് ഇദ്ദേഹത്തെ SIT അറസ്റ്റ് ചെയ്തത്. 10 മണിക്കൂറിലധികം നീണ്ട വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ചോദ്യം ചെയ്യലിൽ ഇദ്ദേഹം നൽകിയ വിവരങ്ങളാണ് ഗൂഢാലോചനയെക്കുറിച്ചുള്ള നിർണായക സൂചനകൾ നൽകിയതെന്നാണ് അറിയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം സ്വർണം വിറ്റത് കേരളത്തിന് പുറത്താണ് എന്ന സംശയം ബലപ്പെടുത്തിയത്. വിദേശത്തേക്ക് സ്വർണം കടത്താൻ ശ്രമം നടന്നു എന്നും വിദേശത്തുള്ള മറ്റ്
വ്യക്തികൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നും SIT പരിശോധിച്ചു വരുന്നു. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അന്വേഷണത്തിന്റെ പരിധിയിൽ വന്നേക്കാം. ഹൈക്കോടതിയിലെ നടപടികൾ അടച്ചിട്ട കോടതി മുറിയിലാക്കിയതോടെ കേസിന്റെ സുതാര്യത ഉറപ്പാക്കാനും തെളിവുകൾ ചോർന്നു പോകാതെ സംരക്ഷിക്കാനും സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. പൊതുശ്രദ്ധയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നതിനും സഹായിക്കും. ഈ സ്വർണ്ണക്കൊള്ള കേസ് ശബരിമല ക്ഷേത്രത്തിന്റെ വിശ്വസ്തതയും ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളിലെ സുതാര്യതയും ചോദ്യം ചെയ്യുന്നതായിരുന്നു. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വർണ്ണമാണ് കാണാതായത്. ഭക്തർ സമർപ്പിച്ച സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ചകൾ ഇതിലൂടെ തുറന്ന് കാട്ടപ്പെട്ടു. മൊത്തത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന SIT റിപ്പോർട്ട് നീതി ലഭിക്കുന്നതിനുള്ള പോരാട്ടത്തിന്റെ ഒരു പ്രധാന നാഴികക്കല്ലായിരിക്കും. ഉന്നതതല ഗൂഢാലോചനയുടെ ചുരുളുകൾ അഴിയുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്ന് നേരിട്ട സാമ്പത്തിക തിരിമറിയുടെ മുഴുവൻ വിവരങ്ങളും പുറത്തുവരുമെന്നാണ് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത്.